ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഈ ചാനലിൻ്റെ ഐശ്വര്യം. ഞാൻ പോവുക. റിയോ ഗെയിമർ പോവുകയാണോ? പിൻ പ്ലീസ്. സ്നേഹ വീട് ഹരീഷേട്ടൻ്റെ ചാനൽ പിൻ ചെയ്യാം. ഞാൻ പിൻ ചെയ്തേ. അനു സുരേഷ് ഏട്ട അനു ആണ് പറഞ്ഞ് മെസ്സേജ് എന്നോട് ഇരിക്കുക. റിയോ ഗെയിമർ അതൊക്കെ വിടറേ. ഞാൻ ജോലി ചെയ്യുന്നത് വയനാട്ടിലാണ്. ടൂറിസത്തിലാണ്. ബാണാസുര സാഗർ ഡാം ആണോ? ആഹാ, ചേച്ചി ഹൗസ് വൈഫാണോ? അതെ സ്നേഹ, ഞാൻ ഹൗസ് വൈഫാണ്. ഞാൻ വർക്ക് ചെയ്യുന്നില്ല. കുഞ്ഞു മോനുണ്ട്. അത് ചേച്ചി രണ്ട് ചെവിക്കും പിടിച്ച് ആക്ഷൻ മതി. ചെവി ടീച്ചറിനെ പോലെ. അയ്യോ പാവം എൻ്റെ ഏട്ടൻ. ഓക്കെ കാണാം. ഓക്കേടാ കാണാം. ചേച്ചി സെഞ്ചുറി അടിച്ചു. അതെ സെഞ്ചുറി അടിച്ചു. എടാ എല്ലാവരും ലൈക്ക് അടിക്കുമോ? ലൈക്ക് അടിച്ചില്ലല്ലോ. പുതിയതായിട്ട് വന്നവർ ആരും ലൈക്ക് തന്നില്ല. എനിക്ക് 101 തന്നെ നിൽപ്പുണ്ട്. ഡബിൾ ടാപ്പ് ചെയ്യോ? ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കോ? ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് അല്ലേ? ഒരു ഉഷാറോടെ ചെയ്യണം ടാസ്ക്. രണ്ട് ചെവിയിലും പിടിച്ചിട്ട് ഞാൻ ടീച്ചറിനെ പോലെ കാണിക്കാം. ഹായ് സ്നേഹ എം. അടുത്തുള്ളത് ആരാ? അടുത്തുള്ളത് ഏട്ടനാണ്, എൻ്റെ ഹസ്ബൻഡാണ്. നോവിക്കണ്ട. ഹായ് നസിയ. നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ ഇവിടെ അമ്മ, ഏട്ടൻ്റെ അമ്മ, ഞാൻ, ഏട്ടൻ, 2 മക്കൾ. 101 അടിച്ചില്ലേ? ഇനി അടിച്ചാൽ എൻ്റെ അളിയൻ്റെ ചെവി കളഞ്ഞു. ചേട്ടാ ദൈവം വിളിക്കുന്നു. ഹായ് നസിയ എന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ പോവേ. ചേച്ചി ആക്ഷൻ പോലെ ചെയ്യാൽ മതി. നിങ്ങൾ 2 പേരും വയനാടേക്ക് പോരും. ഒരു ടൂറായി സുൽത്താൻ ബത്തേരി. ഓക്കെ ഞങ്ങൾ വരാട്ടോ. എല്ലാം ഒന്ന് സെറ്റായി. ഞങ്ങൾ വീട് വെച്ചിട്ട് വലിയ ടൈം ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾ ടൂറാരാ കേട്ടോ അങ്ങോട്ടേക്ക്. ഹായ് അനുക്കുട്ട 38 സബ്. ഓയ് 102 ലൈക്ക്. എന്തേ? അയ്യോ പാവമേട്ടൻ. ലൈവ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇടിക്കാനല്ലേ? ഹലോ, ഞാൻ വീണ്ടും വന്നു. ടോമസ് ഗെയിമിങ് വീണ്ടും വന്നു. കാസർഗോഡ്. ഓയ് ആന്നോ? ഞാനും വരും. ചേച്ചി ചെയ്യൂലേ 2 ആളും? ചേട്ടാ വാ ചേട്ടാ. ചേട്ടൻ്റെ 2 ചെവി ചെയ്യോ? ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേൾക്കുമോ? ടീച്ചറാ പറയുന്നേ. ടീച്ചറിനോട് അവൻ മര്യാദയായിട്ട് പെരുമാറാൻ കൊള്ളാമോ കുട്ടി? ഓ, എന്തെങ്കിലും പറയുമ്പോൾ കണ്ണുരുട്ടി കാണിക്കുക, ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെയാണോ ടീച്ചറിനെ കാണിക്കണേ? ചോദിച്ച സബ്സ്ക്രൈബിന് ഹാപ്പി അല്ലേ? ആരാണ് ചോദിച്ചത്? അർജുൻ കോട്ടയം എന്ന് പറയുന്നു. യുവർ പ്ലേസ് പ്ലീസ് പിൻ. അത് ഞാൻ പിൻ ചെയ്താണേ. KTM അടാ ഞങ്ങൾ പോട്ടെ. ഇനി ഫുഡ് കഴിക്കണം. ഇനി ഫുഡൊക്കെ കഴിക്കണം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എൻ്റെ ഇപ്പോൾ ലൈവിൽ നിൽക്കുന്ന എല്ലാവരും ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോടാ? പറ, പെട്ടെന്ന് പറ. പോവല്ലേ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇനി ലൈവ് ഇടാടാ. ഇപ്പൊ നമ്മൾ ലൈവ് ഇടണം. കാരണം വാച്ചിങ് ഓറൊക്കെ വരണമെങ്കിൽ ലൈവ് ഒക്കെ ഇട്ടാലേ കയറുള്ളൂ. ലോങ് വീഡിയോ എനിക്ക് മോനെ വെച്ചുകൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. അവള് വേദനിപ്പിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ പറ്റിക്കാൻ വേണ്ടിട്ട് പിടിച്ചതാണ്. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് നടക്കണില്ല സത്യം. എഡിറ്റിങ്ങൊക്കെ കുറച്ച് നേരം ഇരിക്കണം. മോനെ വെച്ചിട്ട് എനിക്ക് ഒന്നിനും പറ്റണില്ല. ഇപ്പോൾ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അവൻ നഴ്സറിയിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീഡിയോ സെറ്റാവും കേട്ടോ. അളിയാ പിന്നെ കൊടുത്താൽ മതി ഇതിൻ്റെ ബാക്കിയില്ല. ഞാൻ ഒന്നും ചെയ്യാറില്ല. കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഒന്നും അവരടിയൊന്നും കൊടുത്തിട്ടില്ല. പോവല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നസിയ കിഴ കുറച്ച് നേരം പിടിച്ചുകൊണ്ട് ഇരിക്കണം. നിങ്ങൾ പോയി കഴിക്കേട്ടാ. അതേടാ നമ്മൾ കഴിക്കാൻ പോകുന്നു. ഇനി ടൈം 9:30 ഒക്കെ കഴിഞ്ഞില്ലേ? തിരുവനന്തപുരത്തോട്ട് വരുന്നുണ്ട് ഞാൻ. റിയോ സ്നാപ്പ് ഉണ്ടോ? ഇല്ല, സ്നാപ്ചാറ്റ് ഇല്ല ഞങ്ങൾക്ക്. ഹായ് ചേച്ചി, ഞാൻ വന്നപ്പോഴേക്കും പോവുകയാണോ? അടാ ഞങ്ങൾ പോകണ്ട, 2 മണിക്കൂർ ആവാൻ പോകുന്നു. നമുക്ക് ഫുഡ് കഴിക്കണം. മോൾക്ക് നാളെ എക്സാം ഉണ്ട്. അപ്പോൾ രാവിലെ എണീക്കണം. അവൾക്ക് 7:20 ബസ് വരും. അപ്പോൾ രാവിലെ അവളെ പറഞ്ഞു വിടണം. അളിയ എൻ്റെ പെങ്ങളെ ഒന്നും ചെയ്യല്ലേന്ന്. എന്തായാലും 9 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. 9 വർഷമായിട്ട് എന്നെ ചേട്ടാ ഒന്നും കൈ കൊണ്ട് ഒന്നും അടിക്കുക. ദേഷ്യപ്പെടും, കണ്ണ് പൊട്ടണ ചീത്തയും വിളിക്കും. പക്ഷെ എന്നാലും എന്നെ ഇതുവരെ ഒരു അടി കൊണ്ട് പോലും നോവിച്ചിട്ടില്ല സത്യം.
എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി തരും. അത്ര അത്ര സന്തോഷം. വേറെ വേറെ എന്ത്